നമസ്കാരം. പണ്ടത്തെ ജഡ്ജിമാരും വക്കീലന്മാരും മജിസ്ട്രേറ്റുമാരുമൊക്കെ ഫലിതപ്രിയരായിരുന്നു. അങ്ങനെ കോടതി കൂടുന്ന നേരം ബെഞ്ച് ക്ലാർക്ക് കേസ് ഫയൽ നോക്കി പ്രതിയുടെ പേര് വിളിച്ചു. മാങ്ങാണ്ടി വാസു. ഒരു ചെറിയ മനുഷ്യൻ പ്രതിക്കൂട്ടിൽ കയറി തൊഴുതുകൊണ്ട് പറഞ്ഞു, സാറേ, എന്നെ ഇരട്ടപ്പേര് ചേർത്ത് വിളിക്കല്ലേ, ആളുകൾ കേൾക്കും. മജിസ്ട്രേറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാസുവിനെ ഇനി മേലിൽ മാങ്ങാണ്ടി ചേർത്ത് വിളിക്കരുത്. ഈ പഴയ കോടതി ഫലിതം ഓർക്കാൻ കാരണമുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി കോടതിയോട് പറഞ്ഞത്രേ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുതേ എന്ന്. തന്നെ സ്വർണ്ണക്കള്ളനെന്ന് വിളിച്ച സതീശനെതിരെ കടകംപള്ളി മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ കേസിലാണത്രേ സുരേന്ദ്രൻ കോടതിയോട് പറഞ്ഞത്, സതീശനോട് പറയണേ കോടതി, എന്നെ സ്വർണ്ണക്കള്ള എന്ന് വിളിക്കല്ലേ എന്ന്. അല്ല സുരേന്ദ്ര, നിങ്ങൾ സ്വന്തം മാനത്തിന് എത്ര കോടിയാണ് വിലയിട്ടിരിക്കുന്നത്? കോടികൾക്ക് കേസ് കൊടുക്കുമെന്നാണ് ആദ്യം കേട്ടത്. പക്ഷേ 10 ലക്ഷമെന്നാണ് ഇന്ന് വാർത്ത വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം അറിയാൻ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കടകം കൊള്ളിക്ക് പങ്കുണ്ടെന്ന് സതീശൻ ആരോപിച്ചിരുന്നു. ഈ കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് സുരേന്ദ്രൻ്റെ വക്കീൽ ഈ ആവശ്യം സതീശൻ്റെ വക്കീലിനോട് പറഞ്ഞത്. അല്ല കടകംപള്ളി, സ്വപ്ന സുരേഷ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ കേസിന് പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. വേഗം പോയിക്കൊള്ളാൻ പാർട്ടി അനുവാദവും നൽകി. പക്ഷേ ഏതാണ്ട് 2-2.5 വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ നിങ്ങൾ എന്താണ് കേസിന് പോകാതിരുന്നത്? പോയാൽ കൂടുതൽ നാറുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അല്ലേ? മോഷണത്തിന് പങ്കുള്ളവനെ ജനം കള്ളനെന്ന് തന്നെ വിളിക്കും. എനിക്കത് കേട്ടാൽ ഉറക്കം വരില്ല, അതുകൊണ്ട് വിളി നിർത്തണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതിക്ക് ഇടക്കാല ഉത്തരവിടാൻ പറ്റുന്നതാണോ? എന്തായാലും ഇന്ന് പുറത്തു വന്ന വാർത്ത 500 കോടിയുടെ പുരാവസ്തു കച്ചവടം ശബരിമലയിൽ നടന്നു എന്നാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യാപാരി ഇത് സംബന്ധിച്ച് SITക്ക് മൊഴി നൽകി. അപ്പോൾ എന്ത് കൊള്ളയാടൂ ശബരിമലയിൽ നടന്നതൊക്കെ? സത്യത്തിൽ ഞങ്ങളുടെ അയ്യപ്പൻ ഇപ്പോൾ ഏത് വ്യവസായിയുടെ പൂജാമുറിയിലാണ്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞവനെ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ ദേവസ്വം ഭരിക്കാൻ ഏൽപ്പിച്ചാൽ എന്തു ചെയ്യും? നാളെ മുതൽ എന്നെപ്പറ്റി പറയുമ്പോൾ മഴക്കോട്ട എന്ന വാക്ക് പറയരുതെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടൊരു കേസ് കൊടുത്താൽ അത് കോടതി അനുവദിക്കുമോ? ശ്രീമതി ടീച്ചർക്ക് ഇപ്പോൾ തീവ്രത എന്ന് പറയുമ്പോൾ വല്ലാത്ത ഭയമാണ്. നാളെ മുൻമന്ത്രി രാജു പറയുകയാണ്, എന്നെ ജട്ടി രാജു എന്ന് വിളിക്കരുതെന്ന്. ഉടൻ കോടതി അതിനെതിരെ ഉത്തരവിടാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾക്കൊക്കെ ഉറക്കം നൽകാനുള്ള സ്ലീപ്പിംഗ് പിൽസ് അല്ല ഒരു കോടതിയും. അവർ നിയമവും നീതിയും നോക്കി ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഇരിക്കുന്നവരാണ്. മൂന്നാം പക്ക സിനിമയിലെ ജഗതിയെപ്പോലെ കവലേ എന്ന് വിളിക്കുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുന്ന പരിപാടി വല്ലതും നോക്കൂ സുരേന്ദ്ര. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കും പോലെ കടകംപള്ളിയും അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ പശുവിനെ മോഷ്ടിച്ചതോ? അതേ, പാല് കുടിക്കാനായിരുന്നല്ലോ. ഈ മട്ടിലങ്ങ് തുറന്നു പറയണം. അങ്ങ് പറ, എന്തിനാ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത്? അതേ, എനിക്ക് വീതം വയ്ക്കാനായിരുന്നല്ലോ. ഇത്രയേ ഉള്ളു കാര്യം. കള്ളനെ കള്ളായെന്നല്ലാതെ കരുണാമയനെ എന്ന് വിളിക്കാൻ ജനത്തിന് സൗകര്യമില്ല. സുരേന്ദ്രന് ഉറക്കം വരുന്നില്ല എങ്കിൽ രാത്രി 11 മണിയാകുമ്പോൾ ഹരിവരാസനം കേട്ടാൽ മതി. അതാണ് അയ്യപ്പൻ്റെ ഉറക്കുപാട്ട്. അപ്പോഴാണ് അയ്യപ്പൻ ഉറങ്ങുന്നത്. അകത്തു പോകേണ്ടി വന്നാൽ പത്മകുമാർ അത് പാടിത്തരും. പുള്ളിയുടെ അമ്മൂമ്മ എഴുതിയതായതിനാൽ ഈണത്തിൽ പാടാനറിയാം കോപ്പർ പപ്പന്. ഭഗവാന്റെ മുതൽ ആര് കട്ടാലും അവരൊന്നും ഒരു സപ്രപഞ്ചത്തിലും കിടന്ന് ഉറങ്ങിയ ചരിത്രമില്ല. നിങ്ങളുടെയൊക്കെ പ്രവൃത്തികൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ അയ്യപ്പ ഭക്തർ ഈ നാട്ടിലുണ്ട്. അതിലൊരു കൊണിശമെങ്കിലും അനുഭവിക്കേണ്ടി വന്നുവോ സുരേന്ദ്ര നിങ്ങൾക്ക്? എല്ലാം തുറന്നു പറഞ്ഞ് സകലതും അയ്യപ്പൻ്റെ മുമ്പിൽ അടിയറവ് വെച്ച് ഏത്തമിട്ടാൽ ചിലപ്പോൾ ഉറക്കം കിട്ടിയേക്കും. കായംകുളം കൊച്ചുണ്ടി എന്തെല്ലാം ചെയ്തു നാട്ടുകാർക്ക് വേണ്ടി. കട്ട മുതൽ പകുതിയും അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. പക്ഷേ കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ കള്ളൻ എന്ന വിശേഷണം ചേർത്താലേ മനുഷ്യന് മനസ്സിലാകൂ. സുരേന്ദ്രൻ കോടതിയിൽ ഉന്നയിച്ച ആവശ്യം കേട്ടപ്പോൾ 2 സിനിമാ രംഗമാണ് ഓർമ്മ വരുന്നത്. മീശമാധവനിൽ വെടിവഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. വിളിച്ചു പറഞ്ഞെങ്കിൽ ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല എന്നാണ് പിള്ളേച്ചൻ പറയുന്നത്. പക്ഷേ കീഴ്വഴക്കം അതായതുകൊണ്ട് വിളിച്ചു പറയുന്നതാണ് നല്ലത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചിത്രം സിനിമയിലെ മോഹൻലാൽ ജയിൽ സൂപ്രണ്ടിനോട് ചോദിക്കുന്നത്. വെടിവഴിപാട് പോലെയാണ് കടകംപള്ളി രാഷ്ട്രീയവും. എന്തെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് പേരുദോഷമുണ്ടായാൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ജനം. ഒരു കോടതിയും അത് വിലക്കിയ ചരിത്രവുമില്ല.